5 കുടുംബങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ ത്രിത്വൈക കുടുംബമാണ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം മനുഷ്യപുത്രൻ തൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിത്യമായി വസിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവമായ കർത്താവ് വസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് വസിക്കുന്നത് ശരീരത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലാണ്. ശരീരത്തിലേക്കുള്ള ആത്മാവിലാണ്. ഇന്ന് മക്കൾ തേടുന്നത് ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അല്ലേ ലിയ? ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അല്ലേ? ഇത് ത്രിത്വൈക പിതാവായി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, മനുഷ്യമക്കളെ രക്ഷിക്കുക എന്നുള്ളത് അല്ലേ? മനുഷ്യമക്കൾ അതിനെന്ത് ചെയ്തു? മനുഷ്യൻ നമ്മൾ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ 430 വർഷക്കാലം മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോയെന്ന് വായിക്കുന്നുണ്ട്. അടിമത്തം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സംസർഗമില്ലാത്ത കാലഘട്ടം. അന്ന് അത്രമാത്രം പാപം വർദ്ധിച്ചു, തിന്മ വർദ്ധിച്ചു, ക്രിമിനൽസ് കടന്നു വന്നു, രോഗങ്ങൾ കടന്നു വന്നു, ദൈവവിശ്വാസം ഇല്ലാതായി, അടിമത്തങ്ങൾ കടന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവം മനുഷ്യനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതിന് ആ ലേഖകൻ പറയുന്നത് എന്താണ്? അടിമത്തത്തിലേക്ക് പോയി. ഇഷ്ടംപോലെ ധ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ധ്യാനങ്ങൾക്ക് നമ്മൾ പോകുന്നുണ്ട്. പോകുന്നതിൻ്റെ കാരണം ഒരെത്തും പിടി കിട്ടുന്നില്ല. അല്ലേ ലിയ? അതുകൊണ്ട് 430 എന്നുള്ളത് അടിമത്തത്തിലേക്കാണ് പോയെങ്കിൽ ഒരു കാര്യം ഒന്ന് നോക്ക്. ഒരു 10 വർഷവും 30 വർഷം മുമ്പ് നോക്ക്, നമുക്കെല്ലാവർക്കും അഭിഷേകം ഉണ്ടായിരുന്നു ഇല്ലേ? 2017 വരെ എന്തുണ്ടായി? വലിയ സന്തോഷവും ആനന്ദവും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. 2018 എന്ത് വന്നു? ജലപ്രളയം വന്നു അല്ലേ? 18 മാറിയില്ലല്ലോ. മാറിയോ? 17, 18, 19 കിട്ടിയില്ലേ? 20 എന്ത് വന്നു? കൊറോണ വന്നു. കൊറോണ വന്നതിന് ശേഷം കുട്ടികളുടെ മരണങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ? 34, 40, 50 വയസ്സ് വരുന്നത് അല്ലേ? നമ്മുടെ കുട്ടികളെല്ലാം പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും മരിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ട് സഭാ മക്കളിൽ ഇത് സംഭവിക്കുന്നു? ചിന്തിക്കണം. ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കാണുമ്പോൾ അവരതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കാരണം അതെന്തുകൊണ്ട് ഭൂമിയിൽ വന്നു എന്ന് അവൻ അറിയാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളും ദൈവവും തമ്മിലുള്ള സംസർഗം ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? അതുകൊണ്ട് ത്രിത്വൈക ദൈവം, പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അടിമത്തം നീക്കാൻ വേണ്ടിയാണ്. ആ അടിമത്തം നീക്കാൻ വന്ന യേശു ക്രിസ്തുവിൻ്റെ ഈസ്റ്ററും അല്ലെങ്കിൽ പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും അല്ലെങ്കിൽ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്നെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ഉദ്ധാനവും എപ്പോഴാണ് സംഭവിക്കുന്നത്? പുലർച്ചയ്ക്കാണ് അല്ലേ? 12 മണിക്കും 3 മണിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനവും യേശു ക്രിസ്തുവിൻ്റെ പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും പിറവി തിരുനാളും ആഘോഷിക്കാൻ നാം മസ്റ്റ് ചെയ്യണം. ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിമത്തത്തിലേക്ക് പോകും. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ഞാൻ ഏതെങ്കിലും അടിമത്തത്തിലേക്ക് പോയി. അടിമത്തത്തിലേക്ക് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ആ ജനത കരയാൻ തുടങ്ങി. ആ ജനത കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, രോഗങ്ങൾ പെരുകി, ആ അന്ധകാരം പെരുകി. അതുകൊണ്ട് ഈ ക്രിസ്മസും ഈസ്റ്ററും രാത്രിയുടെ യാമങ്ങളിലാണ് ആഘോഷിക്കുന്നെങ്കിൽ അവ അനുഷ്ഠിക്കാത്തൊരു വ്യക്തിക്ക് ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മോചനം കിട്ടാൻ അസാധ്യമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സന്ദേശം കിട്ടുന്നില്ലെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ തകരുന്നുണ്ടെങ്കിൽ, രോഗങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ, കടബാധ്യത കുന്നുകൂടുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആത്മാവ് ഇല്ല, പൊട്ടക്കിണറ. അതുകൊണ്ട് ആദാമിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടത് 3-ാമത്തെ അധ്യായം 7-ാമത്തെ തര. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യ രൂപത്തിലും ദൈവത്തിൻ്റെ ശ്വാസം കൊടുത്തത്. പുതിയ നിയമത്തിലേക്ക് എന്താ പറയുന്നത്? വചനത്തിലൂടെ മാംസം കൊടുക്കുക. സ്വന്തം ശ്വാസം കിട്ടിയിട്ട് അവൻ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. അത് 7 പറയാണ്. എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-7 എന്താ ഇത് വൈകിട്ട് കർത്താവ് ലാത്താൻ തുടങ്ങിയപ്പോൾ ഇവ ഓടി കളിക്കുക. കാരണം
പഴം കഴിക്കരുതെന്ന് ഒരു പഴം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. അവൻ അറ്റാക്ക് ചെയ്തു, അത് കയറി അവയ്ക്ക് കൊടുത്തു. തിന്നരുതെന്നല്ലേ പറഞ്ഞാണേ, തൊട്ട് നോക്കിക്കോ. തിന്നരുതെന്നല്ലേ പറഞ്ഞാണേ, ഒന്നെന്നാ തടവി നോക്കിക്കോ. അങ്ങനെ തടവി തൊട്ട് നോക്കുമ്പോൾ എന്തായി, അത് കഴിച്ചു അറിയും. കാരണം എന്താ, പാപം തുടങ്ങുന്നത് തൊടലിലും വർത്താനത്തിലൊക്കെയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. പാപം തുടങ്ങിയത് എവിടെയാണ്? ആദ്യം ഒന്ന് കണ്ടു, ഒന്നോടെ ഒന്ന് നോക്കി, തിരിഞ്ഞൊന്ന് നോക്കി. അങ്ങനെ അപ്പം പിന്നെ ദിവസം അതേ സമയത്ത് അവിടെ എത്താണ്, അതേ ബസ്സിൽ അതേ സമയത്ത് അല്ലേ? ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്തായി, കൊച്ചിൻ്റെ ആത്മാവ് പോയി, വേറെ ആത്മാവ് കയറി വന്നു. ആദാവും ഹവ്വായും പാപം ചെയ്തതുകൊണ്ട് 13 പ്രകാരം 3:13 പറയാണ്, നീ എനിക്ക് തന്ന വ്യക്തി എനിക്ക് പഴം തന്നു. അതാണല്ലോ ഇപ്പോൾ കാലം. ഇപ്പോൾ പാപം ചെയ്തോ? ഞാൻ ചെയ്തില്ല. എൻ്റെ കൂടെ വന്ന വ്യക്തി, എൻ്റെ ഫ്രണ്ട് പാപം ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. അങ്ങനെ പാവം പോവോ? ഫ്രണ്ടിലേക്ക് പാവം പോവോ? പോവില്ലല്ലോ അല്ലേ? 13 പറയാൻ പറഞ്ഞാൽ, നീ എന്താ ഹവ്വ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, അത് ആദത്തിനും കൊടുത്തു. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ഒരാൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവിത പങ്കാളി ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, പിശാച് ഇന്ന് കുടുംബത്തിൽ കയറിയിട്ടുണ്ട്. അവൻ ചെയ്യുന്ന ആദ്യ രാത്രി എന്ന് പറയും, ഇന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട്, ഒന്ന് നോക്കിയാലോ എന്ന് ചോദിക്കും. ആത്മാവ് ഉള്ളവനാണെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? നിഷേധിക്കണം. അന്ന് നിങ്ങൾ ഒന്നിച്ച് അത് കണ്ടു തുടങ്ങിയാൽ ആ കുടുംബം ആദാമിൻ്റെയും ഹവ്വായുടെയും കുടുംബത്തെക്കാളും നാശത്തിലേക്കുണ്ട്. എത്രയോ കുടുംബങ്ങൾ വ്യക്തിപരമായിട്ട് കണ്ട് ഇങ്ങനെ വരുമ്പോൾ അത് ഒന്ന് ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒന്ന് കണ്ടു. ജീവിതം പഠിക്കാൻ വേണ്ടി കാണാനുള്ളൊരു പുസ്തകം ഇതാണ്. ഏത് പുസ്തകമാണ്? ബൈബിളിൽ റോമാക്കാർക്ക് അല്ലെങ്കിൽ കൊറിന്തോസ്, അതുപോലെ തിമോത്തിയോസിൻ്റെ ഇതൊക്കെ പറഞ്ഞ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങൾ നിന്ദിക്കുക അല്ലേ? ചേച്ചി പറഞ്ഞോട്ടെ, പ്രവചനങ്ങൾ നിന്ദിക്കരുത്. കാരണം നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആ കുടുംബത്തെ തിരസ്കരിച്ചു. അന്ന് അവരെ അവിടെ നിന്ന് പുറത്താക്കി. രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തൊരു കാര്യമാണ് അടുത്തത്. 3-ാമത്തെ നസ്രത്തിലെ കുടുംബമെന്നല്ല പറയുന്നത്, തിരുക്കുടുംബം. ഹല്ലേലൂയ. ആ കുടുംബത്തിന് എന്താ, പറുദീസയിൽ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരുക്കുടുംബം തിരിച്ചു പിടിച്ചു. നസ്രത്തിലെ തിരുക്കുടുംബം എന്ന് പറയുന്നത്, യൗസേപ്പിൽ പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു. തിരുക്കുടുംബം. 2-ാമത്തെ ആള് പരിശുദ്ധ അമ്മയാണ്. അമ്മ രക്ഷപ്പെട്ടതിൻ്റെ 12 വർഷം വചനം പഠിച്ചു. നമ്മുടെ പിള്ളേർ 12 വർഷവും വചനം പഠിക്കുന്നില്ലേ? ഒരു ഞായറാഴ്ച 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് പോയിട്ടില്ലേ? എനിക്ക് എത്രയോ ആൾക്കാരെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, കൊടുക്കാഞ്ഞിട്ട്. കാരണം എന്താ, 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിരിക്കണം. കൊടുത്തവരെല്ലാം പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഗതികേടായി. ഇപ്പം എന്തായി? ആത്മാവില്ല. ആത്മാവ് എവിടെ പോയി? ആത്മാവ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കൂടെ പോയി. യൗസേപ്പ് സ്വപ്നം അനുസരിച്ചു, വചനം അനുസരിച്ചു, ദൈവപ്രമാണം പാലിച്ചു, ദൈവകൽപ്പന പാലിച്ചു. എന്നിട്ട് എന്തായി? അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാതെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും മനുഷ്യ സംസർഗമില്ലാതെ ജനിച്ച യേശു ക്രിസ്തു ഉടമ്പടിയുടെ വക്താവായിട്ട് മാറി. ഹല്ലേലൂയ. 4-ാമത്തെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ, ഈശോ തിരുസഭയെ വിവാഹം ചെയ്ത് വിശ്വാസികളെ ജനിപ്പിക്കുന്ന തിരുക്കുടുംബം. ആ കുടുംബത്തിൽ ആരുണ്ടാകണം? കേട്ടോ, ഈശോ മിശിഹ തിരുസഭയെ വിവാഹം ചെയ്ത് വിശ്വാസികളെ ജനിപ്പിക്കുന്ന തിരുസഭയാകുന്ന കുടുംബം. നമ്മളവിടെ ഉണ്ടാകുമോ? ദൈവകൽപ്പന പാലിക്കുന്നവൻ അവിടെ ഉണ്ടാകും. തിരുസഭയുടെ കൽപ്പന അനുസരിക്കുന്ന അവിടെയാണ്. ഞാൻ തിരുസഭയുടെ ദൈവപ്രമാണം, ദൈവകൽപ്പന എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവപ്രമാണം, കൽപ്പന, ചട്ടങ്ങൾ, നിയമങ്ങൾ അതുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കരുത്. ഞാൻ തിരുസഭയുടെ കൽപ്പന എന്നുള്ളതിന് ദൈവകൽപ്പന എന്ന് പറയാറുണ്ട്. പക്ഷെ അത് അവിടെയുണ്ട്, കൽപ്പനയുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കും. പഴയ നിയമം വായിക്കുമ്പോൾ ദൈവകൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ, ദൈവിക ചട്ടങ്ങൾ, ദൈവ നിയമങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കൽപ്പനയായിട്ട് മാറാം. അതിലെന്തുണ്ട്? പഴയ നിയമത്തിൽ ഇതുണ്ട്. ഹല്ലേലൂയ. അതിലൊരു നിയമമുണ്ട്. ഏതാണ്? സഭ
മാംസം വർജിക്കാൻ പറയുന്ന സമയത്ത് വർജിക്കണം. തിരുസഭയെ വിഭാഗത്തിലൂടെ സ്ഥാപിച്ച തിരുക്കുടുംബം അത് നമ്മുടെ കുടുംബങ്ങളാണ്. ആ കുടുംബം ദൈവപ്രമാണം കൽപ്പിക്കുന്നതിൽ പാലിക്കുന്നതിലുണ്ടോ? അടുത്തത് പറയാണ്, കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ ചേർക്കപ്പെട്ട സ്വർഗീയ കുടുംബം. വെളിപാട് 5:6, വെളിപാട് 5:12, വെളിപാട് 14:1. കൊല്ലപ്പെട്ട കുഞ്ഞാട്, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ദർശനമാണ്. കൊല്ലപ്പെട്ടതായി കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കാണുന്നു ദർശനത്തിൽ. അവന് 7 കൊമ്പുകളും 7 കൊമ്പുകളും കൂദാശകൾ 7 കണ്ണുകളും ഉണ്ട്. 7 കണ്ണുകളുണ്ട്. ഈ കണ്ണുകൾ ലോകം എമ്പാടും അയക്കപ്പെട്ട. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സിസ്റ്ററിന് ഞാൻ രോഗീലേപനം കൊടുത്തു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനാണ് കപ്ലവൻ, അതിന് വികാരിച്ചനും വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ മരിക്കാൻ കിടക്കാണ്. അപ്പോൾ വികാരിച്ചനെ ഏൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയിൽ സഹായിക്കുന്ന സിസ്റ്റേഴ്സ് വിടുന്നുണ്ട്, അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ശുശ്രൂഷയ്ക്ക് തടസ്സം വരാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ശനിയാഴ്ച കുർബാനയ്ക്ക് എന്നപ്പോഴേ ആ ഇരിക്കുന്ന കസേരയിൽ ആരിയിരിക്കുന്നു. അതാണ് കൊല്ലപ്പെട്ട കുഞ്ഞാടിനോട് പ്രാർത്ഥിച്ചാൽ ചോദിച്ചോക്ക്. മേരി ജോസഫിനോട് ചോദിച്ചി. സോ ഈ ക്രിസ്മസ് ആ സിസ്റ്റർ ആഘോഷിച്ചു. നമ്മുടെ ദൈവം മരിച്ചവർ എപ്പുന്ന ദൈവം. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകൾ ലോകം എമ്പാടും അയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ ആത്മാവ് കണ്ടുകൊണ്ടേയിരിക്കണം. അല്ലേലിയ. ഇനി ഒരു കുടുംബമുണ്ട്. ആ കുടുംബം ആരെന്ന? ഹെറോദിസിന്റെ കുടുംബമാണ്. ഹെറോദിസിന് 19-60 മക്കളുണ്ടായി. അവർക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായുള്ളൂ, ആരെ ആക്രമിക്കണം എന്നാണെന്ന് പറയുമോ? തിരുക്കുടുംബത്തെ ആക്രമിക്കണം. തിരുക്കുടുംബത്തെ. ഇന്ന് ദേശത്ത് ഇല്ലാതെ പോയൊരു കുടുംബമാണ് ഹെറോദിസിന്റെ കുടുംബം. 1-ാം പ്രമാണവും 6-ാം പ്രമാണവും 5-ാം പ്രമാണവും പ്രകടമായിട്ട് ലംഘിച്ചത്. ഹെറോദിസിന് തന്നെ 10 ഭാര്യയുണ്ട്. അല്ലേ? നമ്മുടെ ചേട്ടന്മാർക്ക് ഒരു ഭാര്യ ഉണ്ടായിട്ട് തന്നെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കാം. ഒരു രാജാവിന് ഒരു ഭാര്യയെ പാടുള്ളൂ, അല്ലാതെ ചെയ്താൽ പാവാണ്. അത് നമ്മുടെ വചനമാണ്. വചനം നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്താ, നമുക്കൊരു ഭാര്യ ഉണ്ടാവുള്ളൂ. ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് എന്നാൽ ഞാൻ പറഞ്ഞു, ഈ ചേച്ചി ഈ ചേട്ടൻ ഭയങ്കര സ്നേഹമാണല്ലോ. പുറത്തിറങ്ങുമ്പോൾ നല്ല സ്നേഹം, അകത്ത് പോകാം. പുറത്ത് വേറെ ആളും അകത്ത് വേറെ ആൾ. അത് വലിയ കുടുംബം, ഇത് ചെറിയ കുടുംബം. പുറത്തിറങ്ങുമ്പോൾ ചിന്ന വീട്, അപ്പുറത്ത് ചെല്ലുമ്പോൾ പെരിയ അല്ലേ? ആ ചേച്ചി തമിഴ്. അടുത്തത് പറയാണ്, ഒറ്റ കാര്യം കൂടി പറയാണ്. അതായത് ഈ കുടുംബങ്ങൾക്ക് 5 മൂല്യങ്ങൾ വേണം. ഹെറോദസിൻ്റെ അല്ല, നമ്മുടെ കുടുംബം. 1, ദമ്പതികൾ തമ്മിൽ അഗാധമായ സ്നേഹമുണ്ടാകണം. മനസ്സിലായോ? തിരുസഭയിൽ കൂദാശ പരികർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? 2 കൂദാശയാണ് നമുക്ക് പരിശുദ്ധ കുർബാന വിവാഹത്തിൽ ചെയ്യുന്നത്. 1 വിവാഹബന്ധം, സ്നേഹത്തിൻ്റെ ഉടമ്പടി. അതിന് പറയുന്നത്, സഭ പറയുന്നത് സ്നേഹത്തിൻ്റെ ഉടമ്പടി. ആ ഉടമ്പടിയിൽ വെച്ച് എന്ത് തരുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ കൃത്യമായിട്ട് ജീവിത വാഹനം ഓടിക്കാൻ വേണ്ടി ഈ വിശുദ്ധ ഗ്രന്ഥം തരും. നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു വസ്തുവാണ് എന്താണ്? ലൈസൻസ് അല്ല, കാറ്റലോഗ്. ഈ കുടുംബ ജീവിതം ജീവിക്കാൻ വേണ്ടി തരുന്നതാണ് ബൈബിള്. ഇപ്പോൾ പുതിയതായിട്ട് ഏതാ തരുന്നത്? സുവിശേഷമാണെന്ന്. ഹല്ലേലൂയ. രണ്ടാമത്തേത് എന്നാ? ജീവിത അഗാധമായ സ്നേഹം. രണ്ടാമത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന സ്വഭാവം നസറത്തിലെ കുടുംബത്തിനുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഒരു മാർക്ക് കുറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത് വടിയെടുക്കാനാണ് പറയണത്. ഇവന് 2 കൊടുത്താൽ എന്ത് കിട്ടും? എല്ലാം A+ ആകും. A+ ആകുമോ? A+ഓ? കൊച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ പെട്ടെന്ന് തന്നെ എടുക്കണേ അപ്പനെ. കാരണം സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം കിട്ടാതെ അവ എന്ത് ചെയ്യും? സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോവും. അതുകൊണ്ടാണെന്ന് കുട്ടികൾ ക്രിമിനൽസ് ആകുന്നതിൻ്റെ കാരണം, സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സ്നേഹം കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക. അടുത്ത പറയാം, 3-ാമത്തെ കാര്യം പറയാം, തങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാനുള്ള ദുരന്തങ്ങളെയും അത് ഒഴിവാക്കുന്ന മാർഗങ്ങളെയും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മാതാപിതാക്കന്മാർക്കാണ്. കാര്യം മനസ്സിലാവണം. നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ മക്കൾക്ക് മാർക്ക് കുറഞ്ഞോ, ജീവിത പങ്കാളിയെ കുറവുണ്ടോ, ജീവിതത്തിൽ കുറ്റങ്ങളുണ്ടോ, അത് പരിഹരിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നത് ഈവൻ്റ് മാനേജ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ എൻജിനീയർമാരല്ല, അല്ലെങ്കിൽ വസ്തുശാസ്ത്രം നോക്കുന്നവരല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്.
ഒന്ന് കിട്ടിയില്ലേ? അവൻ തന്റെ ജനത്തെ പാവ- ആ, അവരുടെ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കും. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകത്തിൽ എവിടെയാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വ്യക്തി എവിടെയുള്ളത്? ഇല്ലല്ലോ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, പിറവി എന്ന് പറയുന്നത് അതൊരു ചരിത്ര സംഭവമാണ്. കാരണം എന്താ? ലോകത്തെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു. നാലാമത്തെ കാര്യം, തിരുക്കുടുംബം ശുദ്ധത എന്ന പുണ്യത്തെ വിലമതിച്ചിരുന്നു. നമ്മുടെ കുടുംബം ശുദ്ധത എന്ന പുണ്യത്തെ വിലമതിക്കുന്നുണ്ടോ? ഉണ്ടോ? ശുദ്ധതയാണ്. അതുകൊണ്ട് പറയാം, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഈ ക്രിസ്മസിനോ ഈസ്റ്ററിനോ പല വിഭവങ്ങൾ കൊണ്ടുവന്ന് വെച്ച് തിന്ന് ആനന്ദിക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. ഉള്ളത് സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിക്കുന്നതാണ് ആനന്ദം. ക്രിസ്മസിൻ്റെ തലേ ദിവസം, ഈസ്റ്ററിൻ്റെ തലേ ദിവസം മൃഗങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം എന്നെ പിടിക്കരുത്. കാരണം എന്താ? എന്നെ പിടിച്ച നാളെ ക്രിസ്ത്യാനിയുടെ ഭക്ഷണ വേഷയിൽ ഞാൻ പോവാണ്. ഹല്ലേലൂയ. കേരളത്തിലാണെങ്കിൽ വെള്ളമൊഴുക്കാണ്. ഇന്നലെ ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ പോകുമ്പോൾ ചേച്ചിമാരെല്ലാം മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം മണിക്കൂറുകൾ ചേട്ടൻ നിന്നിട്ടാണ് കിട്ടുന്നത്. ഏറ്റവും വലിയ തിരക്ക് എവിടെയാണെന്ന് വെച്ചാൽ ബിവറേജ് കോർപ്പറേഷനിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ കിട്ടുമോ? മക്കൾ ബ്രോക്കൺ ഫാമിലിയായിട്ട് മാറും. ശുദ്ധത എന്ന പുണ്യം നിങ്ങൾ വീട്ടിൽ ബിവറേജ് കൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങളുടെ മേശപ്പുറത്ത് പോയി കഴിക്കുമ്പോൾ അച്ഛൻ വന്ന് വെഞ്ചിരിച്ച ആ സ്ഥലം അശുദ്ധമായി, വീണ്ടും അശുദ്ധമായി. അഞ്ചാമത്തേത്, തിരുക്കുടുംബം വിശുദ്ധമായ പതിവുകൾ പുലർത്തിയിരുന്നു. എന്താണ്? സിനോഗിൽ പോയി പ്രാർത്ഥിക്കുക, പതിവായി ദേവാലയത്തിൽ പോകുക. അതെന്താ? പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. തിരുക്കുടുംബമാണെങ്കിൽ എന്താണ്? സിനഗോഗിൽ, ആരാധനാലയത്തിൽ പ്രാർത്ഥന നടത്തണം.